വീണ്ടും വിവാദ പരാമർശവുമായി അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവ്. ഭൂരിപക്ഷത്തിന്റെ ആഗ്രഹപ്രകാരം രാജ്യം ഭരിക്കപ്പെടുമെന്നാണ് പരാമർശം. ഏക സിവിൽ കോഡ് ഉടൻ യാഥാർത്ഥ്യമാകുമെന്നും ശേഖർ കുമാർ യാദവ് പറഞ്ഞു. വിശ്വ ഹിന്ദു പരിഷത്ത് ലീഗൽ സെൽ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു പരാമർശം. രേഷ്മ രാജൻ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രേഷ്മ, ഇന്ത്യ ഭൂരിപക്ഷത്തിന്റെ ആഗ്രഹപ്രകാരം തന്നെ പ്രവർത്തിക്കുമെന്നാണ് ഒരു ജഡ്ജിയുടെ പരാമർശം. അതേ സേതു, അലഹബാദ് ഹൈക്കോടതി ലൈബ്രറി ഹാളിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ലീഗൽ സെൽ സംഘടിപ്പിച്ച പരിപാടിക്കിടെയാണ് ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജി തന്നെ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. ഇത് ഹിന്ദുസ്ഥാനാണ്, ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായ പ്രകാരമായിരിക്കും രാജ്യം ഭരിക്കപ്പെടുക എന്ന തരത്തിലാണ് ഇദ്ദേഹം പരാമർശം നടത്തിയത്. ഒപ്പം തന്നെ മുസ്ലിം സമുദായത്തെ പേരെടുത്ത് പറയാതെ തന്നെ അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒന്നിലധികം ഭാര്യമാർ, മുത്തലാഖ് തുടങ്ങിയ ആചാരങ്ങളൊന്നും അംഗീകരിക്കാനാവില്ല എന്ന തരത്തിലും ജഡ്ജി പറഞ്ഞു. ഒപ്പം ഏക സിവിൽ കോഡിനെ യാഥാർത്ഥ്യമാക്കും, ഏക സിവിൽ കോഡ് ഐക്യം, ലിംഗസമത്വം, മതേതരത്വത്തെ ഉറപ്പു തരുന്നതാണ് എന്ന തരത്തിലൊക്കെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ RSSഉം VHPയും മാത്രമല്ല ഏക സിവിൽ കോഡ് ആവശ്യപ്പെടുന്നതെന്നും പരമോന്നത നീതിപീഠവും ഇത് ആവശ്യപ്പെടുന്നുണ്ടെന്ന തരത്തിലും ശേഖർ കുമാർ യാദവ് പറഞ്ഞു. എന്തായാലും ഇതിനെതിരെ വ്യാപക വിമർശനങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഇന്ദിരാ ജയ്സിംഗ് അടക്കമുള്ള മുതിർന്ന അഭിഭാഷകരും ഒപ്പം തന്നെ തൃണമൂൽ MPമാരും ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇദ്ദേഹം ഇത്തരത്തിൽ നേരത്തെയും ഇതുപോലെയുള്ള വിവാദ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. പശു ദേശീയ മൃഗമാണ്, ഒപ്പം പശു ഓക്സിജൻ ശ്വസിക്കും എന്ന തരത്തിലൊക്കെ പരാമർശം ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. പശുവിനെ കശാപ്പ് ചെയ്ത കേസിലെ പ്രതിക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ടാണ് ഇദ്ദേഹം അന്ന് അത്തരത്തിലൊരു പരാമർശം നടത്തിയത്. അന്നും ഇതേപോലെ പരാമർശങ്ങൾ വിവാദമായിരുന്നു. എന്തായാലും ഇപ്പോഴുള്ള ഈ ഒരു പരാമർശത്തിലെ രൂക്ഷ വിമർശനവുമായിട്ട് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് ഇത്തരത്തിൽ പരാമർശം നടത്തിയത് ശരി രേഷ്മ, ഇന്ത്യ ഭൂരിപക്ഷത്തിന്റെ ആഗ്രഹപ്രകാരം തന്നെ പ്രവർത്തിക്കുമെന്ന അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവിന്റെ ആ വാക്കുകളിലേക്ക്. यहाँ पर रहने वाला व्यक्ति भारतीय है। बाहर के लोग हिंदू नहीं समझ पाते, हिंदू केवल उसी को समझते हैं जो केवल और केवल पूजा पद्धति करने वाला, गंगा स्नान करने वाला, चंदन लगाने वाला व्यक्ति ही हिंदू है। ऐसा नहीं है। हिंदू कौन है? हिंदू इस देश में रहने वाला, इस देश को अपनी मां कहने वाला, इस देश पर कोई विपत्ति आ जाए तो अपना सर निछावर करने वाला जो व्यक्ति है, उसकी पूजा पद्धति कुछ भी हो सकती है। वो कुरान को मान सकता है, वो बाइबल को मान सकता है, लेकिन वो हिंदू है। ये हमारी നേരത്തെയും ഇത്തരം വിവാദ പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഒരു സിറ്റിംഗ് ജഡ്ജി ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുന്നത് പോലും നമ്മുടെ രാജ്യത്തിന് നാണക്കേടാണെന്ന് പറയാതെ വയ്യ.